ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണ റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. ഈ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 7:20 ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ വരും കേട്ടോ. കാവാലത്ത് വെച്ചിട്ടാണ് കല്യാണം. കാവാലം 10 കിലോമീറ്റർ വരും. ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നടന്നില്ല. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇതൊക്കെ നിന്നപ്പം ഞങ്ങൾ റൂമിലൊന്ന് സെറ്റായി വരാനും കുറച്ച് സമയം എടുത്തു. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ. ഗൈസ്, നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പം ആ റോഡ് ഫുള്ള് പണി നടക്കുമായിരുന്നേ. ആ പാലത്തിൻ്റെ അടുത്ത് കുറച്ച് പയ്യന്മാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് അവരൊരു വാക്ക് പറഞ്ഞില്ല, അങ്ങോട്ടേക്ക് വണ്ടി പോകത്തില്ല, അവിടെ പാലം പൊളിച്ചിട്ടേക്കുവാണ്, റോഡ് പണി നടക്കുകയാണ്, വണ്ടി പോകത്തില്ലാന്ന്. ഞങ്ങൾ കുറേ ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു മാമൻ അതിലൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. ആ മാമനാ പറഞ്ഞത് അവിടെ വണ്ടി ഇങ്ങോട്ടേക്ക് പോകത്തില്ല, നിങ്ങൾ പോയിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് ഈ പോയ അത്രയും റൂട്ട് ഏകദേശം എത്ര കിലോമീറ്റർ നമ്മൾ പോയി കാണും? ഏകദേശം നമ്മളൊരു 4-5 കിലോമീറ്റർ ഞങ്ങൾ പോയി കാണും കേട്ടോ. അത്രയും തിരിച്ചു വരേണ്ടി വന്നു. എന്നാൽ അവിടെ നിന്നവർക്ക് ഒരു വാക്ക് പറയായിരുന്നു, അങ്ങോട്ട് വണ്ടി പോകത്തില്ല, കാറിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറയായിരുന്നു. പോട്ടെ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ, അവളെ സോനയെ വിളിച്ച് അവളുടെ ചേട്ടൻ പറഞ്ഞു അതുവഴി വരാൻ പറ്റത്തില്ല, തിരിച്ച് ഇത്രയും ദൂരം വന്നിട്ട് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഔട്ട് പോസ്റ്റ് ജംഗ്ഷൻ, അവിടെ വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് പിടിച്ച് വേണം വരാൻ. ഓക്കെ, ഞങ്ങൾ തിരിച്ച് അത്രയും ദൂരം വന്നിപ്പോൾ അതേ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോവുകയാണ്. ഗൂഗിൾ മാപ്പ് ചതിച്ച് മാപ്പിലും ഈ പണി നടക്കുന്നതായിട്ടൊന്നും കാണിച്ചില്ല. സമയം ഇപ്പം ഏകദേശം ഒരു 7:45 ഞങ്ങളൊരു 5 മണിക്കെങ്കിലും എത്തണമെന്ന് വിചാരിച്ചാണ് അല്ലേ, അത് നടന്നില്ല. ഓക്കെ, സാരില്ല, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേ. ഓക്കെ. എടി സോനെ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നിന്റെ കല്യാണത്തിൽ വീട്ടിലെത്തിപ്പെടാൻ ഞങ്ങൾ പെട്ട പാട്. 2-3 റോഡ് നമുക്ക് വഴി തെറ്റി. ഈ തൊട്ട് മുൻപത്തെ ക്ലിപ്പിൽ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളൊരു കലിങ്ക് കയറി പോകുന്നത്? അതും ഞങ്ങൾക്ക് വഴി തെറ്റി പോയതാണ്. അതിലൂടെ പോയപ്പോഴാണ് അവിടെ നിന്നൊരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ഈ സൈഡിലല്ല, അപ്പുറത്താണ്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും അത് ഇവിടുത്തെ കലിങ്കിലല്ല, അപ്പുറത്തെ കലിങ്കിലാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും അയ്യോ അതുവഴി വണ്ടി പോകത്തില്ല, നിങ്ങൾ വണ്ടി പുറത്തിട്ടിട്ട് നടന്ന് വേണം പോകാനെന്ന്. അവരെ വിളിക്കുമ്പോൾ പറയും വണ്ടി വരുന്ന വഴിയാ, നിങ്ങൾ വണ്ടിയും കൊണ്ട് വന്നോ എന്ന് പറയും. അങ്ങനെ ടോട്ടലി നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂർ ഞങ്ങൾ ആ പരിസരത്ത് തന്നെ നിന്ന് കറങ്ങി. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇവരെ ബുദ്ധിമുട്ടിക്കാനും പറ്റത്തില്ലല്ലോ വഴി ചോദിച്ചിട്ട്. ഓൾറെഡി ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ചുറ്റുകയും കൂടെയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളും ആകെ ടയേർഡായിപ്പോയി കേട്ടോ. 4-5 കൊല്ലത്തെ ദുരിതം പിടിച്ച നഴ്സിംഗ് പഠന കാലഘട്ടത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരാശ്വാസം അവൾക്ക് എന്ത് വന്നാലും ഞാനും, എനിക്ക് എന്ത് വന്നാലും അവളും ഉണ്ടെന്നുള്ളതായിരുന്നു കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുകയും കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നവരാണെന്ന്. അങ്ങനെയല്ല, ഞങ്ങൾ ഡെയിലി വിളിക്കാറൊന്നുമില്ല. പിന്നെ കാണുന്നത് ഒട്ടുമേ പോസിബിൾ അല്ല, നിങ്ങൾക്കറിയാലോ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളപ്പോൾ കാണുന്നത് ഒട്ടുമേ പോസിബിൾ അല്ല. പക്ഷേ ഞങ്ങളിപ്പോഴും ഞങ്ങളെ കോളേജ് ലൈഫ് തൊട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അവൾക്ക് എന്താവശ്യം വന്നാലും ഞാൻ എപ്പോഴും ഉണ്ടാവും, എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവളും എപ്പോഴും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം എന്ന് ഞാൻ പറയത്തില്ല, അവളും ഉണ്ടാവും, അതെനിക്കറിയാം. സർപ്രൈസായിട്ട് അടുത്തേക്ക് ചെല്ലണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൾ ദൂരന്നേ ചേട്ടനെ കണ്ടായിരുന്നു. ഹൈറ്റ് ഉള്ളതുകൊണ്ട് ചേട്ടനെ ആദ്യമേ കണ്ട്. അപ്പോഴേ അവൾക്ക് മനസ്സിലായി ഞാൻ വന്നെന്നുള്ളത്. അവൾ പറഞ്ഞെനിക്ക് എല്ലാവരെയും, റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും കസിൻസിനെയും എല്ലാവരെയും അറിയാം. എങ്കിലും എല്ലാവരെയും നേരിട്ട് കാണാൻ കിട്ടിയ ഒരു അവസരം ഇതാണ് കേട്ടോ. എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. ചേട്ടൻ്റെ റിലേറ്റീവ്സിനെ ആയാലും സഹോദരങ്ങളെ ആയാലും മക്കളെ ആയാലും എല്ലാവരെയും നേരിട്ട്, എനിക്കെല്ലാവരെയും അറിയാം, ഫോണിലൂടെയൊക്കെ അങ്ങനെയൊക്കെ കണ്ട് പരിചയമുണ്ട്. എങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇവരെയൊക്കെ നേരിട്ട് കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ മണവാളൻ്റെയും മണവാട്ടിയുടെയും നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ കിട്ടിയത്. സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളത്
ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് ക്ലിപ്സൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. വളരെ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് ക്ലിപ്സ് എടുത്തതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എടുക്കുന്നതിനേക്കാൾ ആ മൊമെൻറ്റിൽ ആ ഒരു ടൈം എൻജോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്ക് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതൊരു മെമ്മറി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ച് ക്ലിപ്സ് ഞാനും എടുത്തത്. നാളെ അവൾക്കും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നട്ടെ എന്നുള്ളൊരു രീതിക്കാണ് കേട്ടോ, ഒരു മെമ്മറി എന്നുള്ള രീതിക്കാണ് ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്തത് കേട്ടോ. അവർ രണ്ടുപേരും എന്നും ഇതുപോലെ നല്ല ഹാപ്പി ആയിട്ട് ഒരുമിച്ച് കഴിയട്ടെ. അപ്പോൾ ഞങ്ങളിതേ കല്യാണമൊക്കെ കൂടിയിട്ട് തിരിച്ച് ഞങ്ങളുടെ റൂമിലെത്തിയിരിക്കുകയാണ്. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.